ഹലോ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസിലെ ഒരു പ്രോബ്ലമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി എത്രത്തോളം ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ എഫേർട്ട് എടുക്കുന്നു, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അതിൽ കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ പഠിക്കുന്ന സബ്ജക്റ്റുകളിലായാലും എത്രത്തോളം നിങ്ങൾ അതിനു വേണ്ടി പ്രോബ്ലം പേപ്പറിന്റെ കേസിൽ എത്രത്തോളം നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, ആദ്യമൊക്കെ നമുക്ക് തെറ്റിപ്പോകും. പക്ഷെ അത് കറക്റ്റ് ചെയ്ത് ശരിയാവുമ്പോഴാണ് നിങ്ങൾക്ക് അതിന് നല്ലൊരു മാർക്ക് കിട്ടുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്കും ആൻസറിലേക്കും കിടക്കാം. അപ്പോ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സൂര്യ ലിമിറ്റഡ് മെയ്ഡ് ആൻ ഇഷ്യൂ ഓഫ് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 15 ഈച്ച് പേയ്മെന്റ് ഫോളോസ്. അതായത് സൂര്യ ലിമിറ്റഡ് 10,000 ഇക്വിറ്റി ഷെയർസ് 15 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് വാങ്ങുന്നത്? അതിൽ 4 രൂപ, 15-ല് 4 രൂപ അപ്ലിക്കേഷൻ ആയിട്ടും 7 രൂപ അലോട്ട്മെന്റ് ആയിട്ടാണ് വാങ്ങുന്നത്. 7 പെർ ഷെയറിൽ 2 പെർ ഷെയർ പ്രീമിയം ആണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് 7-ല് 5 ആക്ച്വൽ അലോട്ട്മെന്റ് പെർ ഷെയർ ആയിട്ട് വരിക, 2 പ്രീമിയം. അല്ലെ, 2 രൂപ പ്രീമിയം ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, നമുക്ക് മനസ്സിലായി. പിന്നെ 6 പെർ ഷെയർ ഫസ്റ്റ് കോൾ. ബാക്കി വരുന്ന മൊത്തം 15 അപ്പൊ 4 7 കഴിഞ്ഞാൽ ബാക്കി 6 ഉണ്ടാവുക. അത് ഫസ്റ്റ് കോൾ ആയിട്ട് എന്ത് ചെയ്യുന്നു? വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന്റെ കേസുകൾ വരുന്നത് നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. മിസ്റ്റർ രാം ഹോൾഡിംഗ് 50 ഷെയർസ് ഫെയിൽഡ് ടു പേ ദ അലോട്ട്മെന്റ് ആൻഡ് കോൾ മണി. അതായത് റാം എന്ന് പറയുന്ന ഷെയർ ഹോൾഡർ 50 ഷെയർസ് അടച്ചില്ല, ഫെയിലായി. അലോട്ട്മെന്റും അടച്ചിട്ടില്ല, കോൾ അടച്ചിട്ടില്ല. അപ്പൊ അയാള് അപ്ലിക്കേഷൻ മാത്രമേ അടച്ചിട്ടുള്ളൂ 50 ഷെയർസിന്റെ. ഓക്കെ. പിന്നെ പറയുന്നത് മിസ്റ്റർ ദേവ് ഹോൾഡിംഗ് 18 ഷെയർസ് ഫെയിൽഡ് ടു പേ കോൾ മണി. ദേവ് എന്ന് പറയുന്ന വ്യക്തി, ഷെയർ ഹോൾഡർ, 80 ഷെയർസ് എന്ത് ചെയ്തിട്ടില്ല? കോൾ മണി ആയിട്ട് അടച്ചിട്ടില്ല. അതായത് അദ്ദേഹം അപ്ലിക്കേഷനും അലോട്ട്മെന്റും അടച്ചിട്ടുണ്ട്, എന്ത് ചെയ്തിട്ടില്ല? കോൾ മണി അടച്ചിട്ടില്ല. അപ്പൊ രണ്ടാൾക്കാർ ഫെയിൽ ആയിട്ടുണ്ട് എന്നുള്ള, രണ്ടാളിലും രണ്ട് കേസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എന്താണ് പറയുന്നത്? All these shares were forfeited and subsequently reissued to Mr. Jeevan as fully paid up at a discount of 3 per share. അതായത് ഈ എല്ലാ അടയ്ക്കാത്ത ഷെയർസ് എന്ത് ചെയ്തു? ഫോർഫീറ്റ് ചെയ്തു. ആ ഷെയറുകളൊക്കെ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് അതിന് റീഇഷ്യൂ ചെയ്തു വേറൊരു വ്യക്തിക്ക്. ആർക്കാണ്? മിസ്റ്റർ ജീവൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് എന്ത് ചെയ്തു? റീഇഷ്യൂ ചെയ്തു. 3 പെർ ഡിസ്കൗണ്ട്. അത് മനസ്സിലാക്കണം. അതായത് ഡിസ്കൗണ്ടിനാണ്, 3 രൂപ ഡിസ്കൗണ്ടിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റീഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒറിജിനലി ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പ്രീമിയത്തിനാണ്, 15 രൂപ. അല്ലെ, അതായത് 13 രൂപ ആക്ച്വൽ പ്രൈസും 2 രൂപ പ്രീമിയം. അല്ലെ, അങ്ങനെയാണ്. എന്നാൽ റീഇഷ്യൂ ചെയ്യുന്നത് എത്രയാ? ഇവരുടെ ക്യാൻസൽ ചെയ്ത ഷെയർ ഡിസ്കൗണ്ടിലാണ്. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നു പാസ് ദ എൻട്രീസ് ടു റെക്കോർഡ് അബൌവ് ഇഷ്യൂ ഫോർ ഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഓഫ് ഷെയർസ് ഇൻ ദ ബുക്ക് ഓഫ് ദ കമ്പനി. നമ്മളോട് ജേണൽ എൻട്രീസ് എഴുതാനാണ്. അപ്പൊ ജേണൽ എൻട്രി, ആദ്യത്തെ ജേണൽ എൻട്രി എന്താണ് വരിക മക്കളെ? അതായത് ആദ്യത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ വിളിച്ചതായിരിക്കല്ലോ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്ലിക്കേഷന്റെ അപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നതായിരിക്കല്ലോ ആദ്യത്തെ ജേണൽ എൻട്രി. അപ്പോ എന്താണ് റിസീവ് ചെയ്യുമ്പോൾ ആദ്യം വരിക? അപ്ലിക്കേഷൻ. ബാങ്ക് അക്കൗണ്ട് അപ്പ് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്, അല്ലേ? നിങ്ങൾ ആദ്യം മുതലേ ചെയ്തു വരുന്നതാണ്. അപ്പോൾ അത് എഴുതുക. ബാങ്ക് അക്കൗണ്ട് അപ്പ് ടു ഷെയർ അപ്ലിക്കേഷൻ. എത്ര എമൗണ്ട് വരിക? 10,000 ഷെയർസ് ആണ്, അല്ലെ, ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ ഓവർ സബ്സ്ക്രിപ്ഷൻ അണ്ടർ സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ 10,000 ഷെയർസ് തന്നെയാണ്. 4 രൂപയാണ് അപ്ലിക്കേഷൻ. അപ്പൊ 10,000 ഇൻറ്റു 4 എത്ര വരിക? 40,000, അല്ലെ? ഡൗട്ട് ഒന്നുമില്ല. ബാങ്ക് അക്കൗണ്ട് ഒക്കെ 10,000 ഇൻറ്റു 4 40,000 ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് 40,000. അപ്ലിക്കേഷൻ മണി കിട്ടി എന്ന് പറഞ്ഞിട്ട് നരേഷൻ കാണിക്കുന്നു. ഓക്കെ. ഇനി അടുത്ത എന്താ വരിക? അപ്ലിക്കേഷൻ മണിയെ നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം, അല്ലെ? അതിന് ചെയ്യേണ്ടത് എന്താണ് വരിക? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ്പ് ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ. അപ്പോ അടുത്ത ജേണൽ എൻട്രിയാണ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ്പ് സെയിം എമൗണ്ട് തന്നെ, അല്ലെ? ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 40,000. എന്ത് ചെയ്തു? അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി. അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, അവിടെ ആരും അടയ്ക്കാത്തൊന്നും പറയുന്നില്ല. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് അലോട്ട്മെന്റ് ആണ്. അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്നതാണ് ആദ്യത്തെ ജേണൽ എൻട്രി വരിക, അല്ലെ? അപ്പോൾ അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുമ്പോൾ ഇവിടെ നമുക്കറിയാം അലോട്ട്മെന്റ് 7 രൂപ പെർ ഷെയറിന് 7 രൂപയ്ക്കാണ് വാങ്ങുന്നത്. അതിൽ 2 രൂപ പ്രീമിയത്തിനാണ്. അപ്പോ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ ഒരു ഐറ്റം കൂടി വരുമല്ലോ, ഇല്ലേ?
പ്രീമിയം വരുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ എഴുതേണ്ടത്. സാധാരണ അലോട്ട്മെന്റ് മണി ഡ്യൂ ആകുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ അല്ലെ? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ ആണ് സാധാരണ വരിക. ഇവിടെ പ്രീമിയം ഉള്ളത് കൊണ്ട് തന്നെ ക്രെഡിറ്റ് ആയിട്ടും കൂടി വരും സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഓക്കെ. അപ്പോ ഐറ്റം എങ്ങനെ വരിക? ഷെയർ അലോട്ട്മെന്റിൽ 10,000 ഇൻറ്റു ടോട്ടൽ 7 അല്ലേ? 70,000 ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 രൂപ പ്രീമിയം ആണ്. അപ്പൊ 7ന്ന് 2 രൂപ പ്രീമിയം ആണ്. ബാക്കി 5 രൂപയായിരിക്കും എന്ത് ഷെയർ ക്യാപിറ്റലിലേക്ക് പോവാ. അപ്പൊ 10,000 ഇൻറ്റു 5 50,000. മനസ്സിലായല്ലോ? ഇനി സെക്യൂരിറ്റി പ്രീമിയം 2 രൂപയാണ്. ഇവിടെ വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് അല്ലെ? 7ല് 2 രൂപയാണ് പ്രീമിയം. അപ്പോ 10,000 ഇൻറ്റു എന്ത് 2 അല്ലെ? 10,000 ഇൻറ്റു 2 20,000. ഓക്കെ. അപ്പോൾ ആ എൻട്രി കഴിഞ്ഞു. അലോട്ട്മെന്റ് മണി 7 രൂപ ഡ്യൂ ആയി. ഈ പ്രീമിയം 2 രൂപ. ഓക്കെ. അപ്പൊ ഈ എൻട്രി ഓക്കെ ആണല്ലോ നിങ്ങൾക്ക്. അടുത്തത് ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അല്ലേ? അതായത് എന്താണ് ഇവിടെ അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുന്നത്. ഡ്യൂ ആവുന്നത് എഴുതി അടുത്തത് റിസീവ് ചെയ്യണം. ഇതൊക്കെ ബേസിക് ആയി ജനറേറ്റർ ആണ്. എമൗണ്ടിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ഇവിടെ എമൗണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ആക്ച്വലി എത്ര എമൗണ്ട് ആണ്? 70,000 രൂപയാണ് ബാങ്കിലേക്ക് പോകേണ്ടത് അല്ലെ? മൊത്തം 7 രൂപയാണ്. 10,000 ഇൻറ്റു 7 70,000 ആണ് ബാങ്കിലേക്ക് പോകേണ്ടത്. എന്നാൽ ഇവിടെ ഒരു ഷെയർ ഹോൾഡർ എന്ത് ചെയ്തിട്ടില്ല? അലോട്ട്മെന്റ് മണി അടച്ചിട്ടില്ലല്ലോ. രണ്ടാള് ഫെയിൽ ആയിട്ടുണ്ട്. പക്ഷെ ഒരാൾ മാത്രം അലോട്ട്മെന്റ് അടയ്ക്കാത്തുള്ളൂ. മറ്റേ കോൾ മണി മാത്രമേ അടയ്ക്കാത്തുള്ളൂ. അപ്പോ റാമാണ് 50 ഷെയർസ് അലോട്ട്മെന്റ് മണി ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല? അടച്ചിട്ടില്ല. അപ്പോ അയാളുടെ ഷെയറിന്റെ എമൗണ്ട് കുറയ്ക്കണ്ടേ? കാരണം അയാൾ അടച്ചിട്ടില്ലല്ലോ അലോട്ട്മെന്റ്. അപ്പോ അത് കുറച്ചിട്ടല്ലേ ബാങ്കിലേക്ക് പോവുള്ളൂ. അടയ്ക്കാത്തൊരു പൈസ ബാങ്കിലേക്ക് പോവോ? ഇല്ല. അപ്പൊ ശരിക്ക് 70,000 രൂപയാണ് ബാങ്കിലേക്ക് വരേണ്ടത്. പക്ഷെ അതില് റാമിന്റെ 50 ഷെയർസിന്റെ അതായത് പെർ ഷെയറിന് 7 രൂപ. അപ്പൊ 50 ഇൻറ്റു 7 ആ എമൗണ്ട് എന്ത് ചെയ്തിട്ടില്ല? ബാങ്കിലേക്ക് വന്നിട്ടില്ല. ഫെയിലാണ്, അടച്ചിട്ടില്ല. അപ്പൊ അത് കുറച്ചിട്ടുള്ള ബാക്കി ഉള്ള എമൗണ്ട് അതായത് 69,650 അല്ലെ? ആ എമൗണ്ട് ആണ് എന്ത് ചെയ്യുക? വരിക. ഓക്കെ. അപ്പോ ഇവിടെ എമൗണ്ട് കുറച്ച് എഴുതിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ 7 350 350 70,000 കുറച്ച് അപ്പൊ 69,650 കിട്ടി. ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് സെയിം എമൗണ്ട് തന്നെ. എന്നിട്ട് നമ്മൾ പറയാം റിസീവ്ഡ് അലോട്ട്മെന്റ് മണി ഓൺ 9,950 ഷെയർസ് അറ്റ് ₹7 പെർ ഷെയർ. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ 750 ഷെയറിന്റെ വില കുറച്ച് കാണിച്ചു അല്ലെ? അപ്പൊ ഇവിടെ എന്തപ്പോ ഈ 9,950 കാണിച്ചിട്ടുള്ള അതായത് 10,000 ഷെയർസ് അത് മനസ്സിലാക്കാൻ ഇവിടെ എഴുതി തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. 10,000 ഷെയർസ് ആണ് ആക്ച്വൽ ഷെയർ. അതിൽ 50 ഷെയർസ് എന്ത് ചെയ്തു? അടച്ചിട്ടില്ല ആ വ്യക്തി, അതായത് ഷെയർ ഹോൾഡർ അടച്ചിട്ടില്ല. അതായത് 9,950 ഷെയർസ്. അപ്പൊ 10,000 50 കുറച്ചാൽ പിന്നെ ഇതെല്ലാം ഉണ്ടാവുക. അതെങ്കിലും അങ്ങനെ ചെയ്താലും ഈ എമൗണ്ട് കിട്ടും. ഓക്കെ. ഏതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് കൺഫ്യൂഷൻ വേണ്ട. 10,000 ഷെയർ ആണ്. അതിൽ 50 ഷെയർ അക്സെപ്റ്റ് ഇല്ല. അത് കുറച്ചാൽ കിട്ടുന്ന വാല്യൂ ആണ് ഈ 9,950 എന്ന് പറയുന്നത്. അതിന്റെ 7 കണ്ടാലും നമുക്ക് ഈ എമൗണ്ട് കിട്ടും. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. അലോട്ട്മെന്റിന്റെ കേസ് കഴിഞ്ഞു. ഇനിയാണ് ഫസ്റ്റ് കോൾ വരുന്നത് അല്ലെ? ഫസ്റ്റ് കോൾ വരുന്നുണ്ട് രണ്ടാൾ അടയ്ക്കാത്തത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമുക്ക് ഡ്യൂ ആവുമ്പോ ആക്ച്വൽ എത്രയാണോ എമൗണ്ട് നമുക്ക് കിട്ടേണ്ടത് അതാണ് കാണിക്കുക. ബാങ്കിലേക്ക് റിസീവ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വരിക. എമൗണ്ട് കുറയ്ക്കുന്നതും കൂട്ടുന്നതൊക്കെ വരിക ബാങ്കിലേക്ക് വരുമ്പോഴാണ്. ഓക്കെ. ഡ്യൂ ആവുമ്പോൾ കറക്റ്റ് നമ്മൾ എമൗണ്ട് കാണിക്കും. അതായത് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ്റ്റർ. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ആണ് വരിക. അപ്പോ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ്റ്റർ അതായത് എത്രയാണ് എമൗണ്ട്? 10,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്ന 6 രൂപയാണ് ഫസ്റ്റ് കോളിലേക്ക് പോകുന്നത്. മനസ്സിലാക്കുക 50 ഷെയർസ് കോൾ മണി അലോട്ട്മെന്റും കോൾ മണിയും അടച്ചിട്ടില്ല. അതേപോലെ തന്നെ 80 ഷെയർസ് വേറൊരു വ്യക്തിയുടെ കോൾ മണി അടച്ചിട്ടില്ല. അപ്പൊ 50 പ്ലസ് 80 ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ആദ്യത്തെ ചെയ്യാനുണ്ട് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്.
10,000 ഇൻറ്റു പെർ ഷെയറിന് 6 രൂപയാണ് കോൾ മണി അല്ലെ. അതായത് 60,000 രൂപയാണ് ആക്ച്വലി ഡ്യൂ ആയിട്ടുള്ളത് അല്ലെ. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഫസ്റ്റ് കോൾ മണി 6 രൂപ ഡ്യൂ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നരേഷ് അങ്ങനെ എഴുതുന്നു. ഇനിയാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ. ഇവിടെ എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ശരിക്കും നമുക്ക് കിട്ടേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലോട്ട്മെന്റിൽ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അതായത് ശരിക്കും നമുക്ക് കിട്ടേണ്ടത് 60,000 രൂപയാണ്. ഇതില് റാമിന്റെ 50ഉം ദേവിന്റെ 80 ഷെയറും കിട്ടിയിട്ടില്ല. അലോട്ട്മെന്റ് കേട്ടോ, കോൾ മണി സോറി. 60,000 രൂപയാണ് കോൾ മണി ആയിട്ട് കിട്ടേണ്ടത്. ഇതില് റാമിനും ദേവിന്റെയും എന്ത് ചെയ്തിട്ടില്ല, കോൾ മണി കിട്ടിയിട്ടില്ല. അതായത് 50+80 പറഞ്ഞാൽ 130 ഷെയർ നമുക്ക് കിട്ടിയിട്ടില്ല. ബാങ്കിലേക്ക് കിട്ടിയതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 130 ഇൻറ്റു 6 എന്ത് ചെയ്യണം, ഇതൊന്ന് മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5,920 അല്ലെ. 59,220 കാര്യം. അപ്പൊ അതാണ് ഇവിടെ കാണിക്കേണ്ടത്. ഇനി എന്താണ് അത് ഫസ്റ്റ് ഷെയർ ഫസ്റ്റ് കോളിലേക്ക് കാണിക്കുക. അപ്പോ ഈ എമൗണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എത്ര ഷെയർ പൈസയാണ് കിട്ടേണ്ടത്. അതിൽ നിന്ന് കിട്ടാത്തവരുടെ ഷെയറിന്റെ വാല്യൂ കണ്ടിട്ട് കുറയ്ക്കുക. ആ കിട്ടുന്ന വാല്യൂ ആണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ. ഇനി അടുത്തതായിട്ട് വരുന്നത് ഏതാ? ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഗോൾഡ് കേസ് മനസ്സിലായാലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന് ശേഷം ചോദിക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇപ്പൊ നമ്മൾ അടയ്ക്കാത്തതൊക്കെ കുറച്ചിട്ട് നമ്മൾ കാണിച്ചു. ബാങ്ക് ആക്ച്വൽ ആയിട്ട് വന്ന എമൗണ്ട് എത്രയെന്ന് കാണിച്ചു. ഇനി ഇത് ഫോർഫിറ്റ് ചെയ്യണമല്ലോ, വേണ്ടേ? അപ്പൊ ഫോർഫിറ്റ് ചെയ്യാം. അപ്പൊ ഫോർഫിറ്റ് ചെയ്യാനുള്ള ജനറൽ എന്താണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ അലോട്ട്മെന്റ്, ടു ഷെയർ ഫസ്റ്റ് കോൾ ആൻഡ് ഫൈനൽ കോൾ. ഫസ്റ്റ് കോൾ ആണ് ഇവിടെ, ഫസ്റ്റ് കോൾ ഉണ്ടെങ്കിൽ അത്, എന്നിട്ട് ടു ഷെയർ ഫോർഫിറ്റർ അക്കൗണ്ട്. ഇതാണ് ജനറൽ വരിക. ഇവിടെ പ്രീമിയം അലോട്ട്മെന്റ് മണി അടയ്ക്കാത്തത് കൊണ്ടാണ് എന്ത് വന്നത്, പ്രീമിയം കൂടി വന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പ്രീമിയം വന്നില്ല. കാരണം എന്താ, അവിടെ അലോട്ട്മെന്റ് മണി അടച്ചുള്ളൂ. ഫസ്റ്റ് ഫൈനൽ കോൾ ആണ് അടയ്ക്കാതെ വന്നത്. അതുകൊണ്ടാണ് പ്രീമിയം വരാൻ. ഇവിടെ അലോട്ട്മെന്റിലാണ് പ്രീമിയം വരുന്നത്. അപ്പൊ അലോട്ട്മെന്റ് മണി അടച്ചിട്ടില്ലെങ്കിൽ അവിടെ പ്രീമിയത്തിന്റെ കേസും വരും അല്ലെ. അപ്പോ അതാണ് ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് വന്നത്. ഓക്കെ. ഇനി നമുക്ക് എഴുതാം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. അതായത് 130 മൊത്തം വിളിച്ചെണ്ണല്ലോ. ഫസ്റ്റ് ആപ്ലിക്കേഷൻ വിളിച്ചെണ്ണു, അലോട്ട്മെന്റും വിളിച്ചെണ്ണു, ഫസ്റ്റ് കോളും വിളിച്ചെണ്ണു. മൊത്തം 15 രൂപ വിളിച്ചെണ്ണു. അപ്പൊ മൊത്തം കോൾഡ് ആണ് കാണിക്കേണ്ടത്. അപ്പൊ 130 ഷെയർ. എങ്ങനെ 130 വന്നേ? റാമിന്റെ 50ഉം അതേപോലെ ദേവിന്റെ 80ഉം ആണ് ക്വസ്റ്റ്യനില്. അപ്പൊ ആ രണ്ടും കൂടി കൂട്ടിയാൽ 130. 130 ഇൻറ്റു 15 1950. ഓക്കെ. അപ്പൊ അതായി. ഇനി സെക്യൂരിറ്റി പ്രീമിയം അത് ഒരാളുടെ കേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 130 വരാത്തത് കേട്ടോ. റാം മാത്രമാണ് അലോട്ട്മെന്റ് മണി അടയ്ക്കാത്തുള്ളൂ. അപ്പൊ റാമിന്റെ മാത്രം കണ്ടാൽ മതിയല്ലോ സെക്യൂരിറ്റി പ്രീമിയം. അപ്പോ അയാളെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ റാമിന്റെ 50 ആണ്. അപ്പൊ 50 ഇൻറ്റു പ്രീമിയം എമൗണ്ട് എത്രയാ? 2 അല്ലേ പെർ ഷെയറിന്. അപ്പൊ 50 ഇൻറ്റു 2 100. ഇനി ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിൽ റാം മാത്രമല്ലേ ഉള്ളൂ. റാം മാത്രമല്ലേ അടയ്ക്കാത്തുള്ളൂ. അപ്പോ 50 ഇൻറ്റു എത്രയാ അലോട്ട്മെന്റ് വരിക? 7 അല്ലേ ഷെയറിന്. അപ്പൊ 50 ഇൻറ്റു 7 350. ടു ഷെയർ ഫസ്റ്റ് കോൾ. ഫസ്റ്റ് കോളിൽ 50 മാത്രമല്ല വരിക, രണ്ടാളും വരും. അതായത് ഈ റാം എന്ന് പറയുന്നത് 50 അലോട്ട്മെന്റും ഫസ്റ്റ് കോളും. കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക. ഈ റാം എന്ന് പറയുന്ന വ്യക്തി 50 ഷെയർ അലോട്ട്മെന്റും അടച്ചിട്ടില്ല, കോളും അടച്ചിട്ടില്ല. അപ്പൊ ആ 50 രണ്ടിടത്തും വരും. ദേവ് കോള് മാത്രം അടയ്ക്കാത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അലോട്ട്മെന്റിന്റെ പ്രീമിയത്തിന്റെ ആ കേസിൽ ഇപ്പൊ 50 മാത്രം എടുത്തത്. ഈ കോള് വരുമ്പോ റാമും അടച്ചിട്ടില്ല, ഈ ദേവിന്റെ 80ഉം അടച്ചിട്ടില്ല. അപ്പൊ 130 വരില്ലേ. അപ്പൊ അതാണ് അവിടെ അങ്ങനെ വരാൻ കാരണം കേട്ടോ. 130 ഫസ്റ്റ് കോൾ 130 ഇൻറ്റു ഫസ്റ്റ് കോളിന്റെ വാല്യൂ എത്രയാ? 6. 130 ഇൻറ്റു 6 780 എഴുതി. ഓക്കെ. ഇനി ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ആണ്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലെ എമൗണ്ട് ഏതാ കാണിക്കുക? ഈ ഫെയിൽ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ഇല്ലേ, ഷെയർ അടയ്ക്കാത്തവര്, അവര് ഏത് വരെ അടച്ചിട്ടുണ്ട് അതിന്റെ എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, റാമിന്റെ കേസ് നോക്കുക. റാം എന്ത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്, ഈ റാം എന്ന് പറയുന്ന വ്യക്തി 50 ഷെയർസ് അലോട്ട്മെന്റും കോളും അടച്ചിട്ടില്ല. അതിന്റെ അർത്ഥം അയാൾ ആകെ അടച്ചത് ഈ അപ്ലിക്കേഷൻ മണി മാത്രമായിരിക്കും. ബാക്കി രണ്ടും അടച്ചിട്ടില്ലല്ലോ. അപ്പൊ 50 ഇൻറ്റു 4 അയാൾ അടച്ച എമൗണ്ട്. മനസ്സിലായോ? ഇനി ദേവിന്റെ കേസിലോ, ദേവ് കോൾ മണി മാത്രമാണ് അടയ്ക്കാത്തത്, ഫെയിൽ ആയി എന്ന് പറയുന്നത്.
അതായത് 4 രൂപയും 7 രൂപയും അയാൾ അടച്ചു കഴിഞ്ഞു എന്നല്ല ഇതിന്റെ അർത്ഥം. അപ്പൊ ഇവർ അടച്ചതാണ് ഫോർഫീറ്റേഡിൽ കാണിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടില് 50 × 4, അതായത് റാമിന്റെ 50 ഷെയർ അപ്ലിക്കേഷൻ മാത്രം അടച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ വാല്യൂ 4. അത് പ്ലസ് ഇനി മറ്റാള് ദേവിന്റെ 80 ഷെയർ ഇൻറ്റു 9. എങ്ങനെ 9 വന്നത്? അപ്ലിക്കേഷന്റെ 4ഉം അതേപോലെ തന്നെ എന്താ അലോട്ട്മെന്റിന്റെ ബാക്കി വാല്യൂ, അലോട്ട്മെന്റിന്റെ വാല്യൂ കൂട്ടിയിട്ടാണ് ദേവിന്റെ വന്നത്. അപ്പോ അങ്ങനെ ആ വാല്യൂ എടുക്കുക. 4ഉം 5ഉം അല്ലെ, 2 പ്രീമിയം ആണല്ലോ. അപ്പോ അത് എടുക്കണ്ട, 4ഉം 5ഉം. ഓക്കെ, അപ്പോ 9. അപ്പൊ അത് കാണിക്കാം. അപ്പൊ ആ വാല്യൂ കാണിക്കുമ്പോ എത്ര വരിക? 50 × 4ഉം അതേപോലെ 80 × 9. ഓക്കെ, അപ്പോ ഇത് രണ്ടും കൂടി കൂട്ടി 920. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇത്ര കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ ഫോർ ഫീച്ചേർഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ ആ ഷെയർ ഹോൾഡേഴ്സ് നിലവിൽ എത്ര അടച്ചിട്ടുണ്ട് അതാണല്ലോ ക്യാൻസൽ ചെയ്യേണ്ടത്. അപ്പൊ ആ അടച്ചതാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ അവർ എവിടെയാണോ പെയ്ഡ് ആവുന്നത് അത് വരെ ഉള്ളത് അവർ അടച്ചെന്നാണ് അർത്ഥം. അപ്പൊ ആ അവരുടെ ഷെയർ ഇൻറ്റു ആ അടച്ച പെർ ഷെയർ ഇൻറ്റു ചെയ്തിട്ട് എഴുതാൻ വേണ്ടത്. ഇവിടെ രണ്ടാളുടെ കേസ് ഉള്ളതുകൊണ്ടാണ് രണ്ടെണ്ണമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോ അങ്ങനെ 130 ഷെയർസ് എന്ത് ചെയ്തു? ഫോർഫീറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ചാനൽ എന്താ? റീഇഷ്യൂ ചെയ്യുന്നതാണ് അല്ലെ? റീഇഷ്യൂ ചെയ്യുന്ന ചാനൽ എങ്ങനെ വരിക? ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് റീഇഷ്യൂ ചെയ്യുന്ന ചാനൽ. ഇവിടെ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് കൂടി ഡെബിറ്റിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഇത് ഡിസ്കൗണ്ടിനാണെന്ന് പറയുന്നുണ്ട്. 3 രൂപ ഡിസ്കൗണ്ടിനാണ് റീഇഷ്യൂ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് ജീവന് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഡെബിറ്റില് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് വന്നത്. ഡിസ്കൗണ്ട് വരുമ്പോൾ മാത്രമാണ് അത് ഡെബിറ്റിൽ വരുന്നത്. അപ്പോ ബാങ്ക് അക്കൗണ്ടിൽ 130 ഷെയർ ആണല്ലോ ഫോർഫീറ്റ് ചെയ്തത്. അതിനല്ലേ റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ 130 × 12. എങ്ങനെയാ ഇവിടെ 12 വന്നേ? അതായത് 15 ശരിക്ക് ഫുള്ളായിട്ട് റീഇഷ്യൂ ആണെങ്കിൽ 15 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്യേണ്ടത്. ഇവ അപ്പോ 3 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ 15-ന് 3 കുറച്ചാൽ ബാക്കി എത്രയേ ഉണ്ടാവുള്ളൂ? 12 ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 12 വന്നത് കേട്ടോ. 3 രൂപ കുറച്ച് ഡിസ്കൗണ്ടിന് കൊടുത്തു. 15ആണ് ശരിക്ക് ആദ്യത്തെ ഇത് വെച്ച് കൊടുക്കേണ്ടത്. പക്ഷെ 3 രൂപ ഡിസ്കൗണ്ട് എന്ന് പറയുന്നതുകൊണ്ട് കുറച്ചു. അപ്പൊ 12, 330 × 12 1560. ഇനി ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്, ഇത് ഡിസ്കൗണ്ട് എഴുതാനാണെന്ന് പറഞ്ഞു. അപ്പൊ 130 ഇൻറ്റു ഡിസ്കൗണ്ട് എത്ര കൊടുത്തന്നെ? 3 രൂപ അല്ലേ? അപ്പൊ 130 × 3 390. ഇനി ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ടും കൂടിയിട്ടുള്ള ടോട്ടൽ വാല്യൂ 1950. ഓക്കെ, ഇതാണ് കാണിക്കുക. എന്നിട്ട് നരേഷൻ എഴുതുന്നു റേഷ്യോ 130 ഫോർഫീച്ചർ ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് അറ്റ് ഡിസ്കൗണ്ട് 3 രൂപ. അപ്പൊ അതും എഴുതി. ഓക്കെ, അപ്പൊ ഡിസ്കൗണ്ടിനാണ്. അപ്പൊ ഇനി നമുക്ക് റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ റിസർവിലേക്ക് പ്രോഫിറ്റ് മാറ്റണം. അതായത് നമ്മൾ ഓൾറെഡി അടയ്ക്കാത്തവരുടെ ഷെയർ ഫോർഫിറ്റ് ചെയ്തു. അപ്പോൾ അത് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മളത് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. മാറ്റുമ്പോൾ ഡിസ്കൗണ്ടിനാണ് റേഷ്യോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ കുറയ്ക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഷെയർ ഫോർഫിച്ചർ അക്കൗണ്ട് അപ്പർ ടു ക്യാപിറ്റൽ റിസർവ് ആണ് ഇതിന്റെ ജനറൽ. അപ്പൊ ഷെയർ ഫോർഫിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ശരിക്കും നമ്മൾ ഷെയർ ഫോർഫിറ്റ് ചെയ്തത് എത്രയാ? 920 രൂപയാണ് അവരുടെ അടച്ച പൈസ ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ടായത്. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് വാല്യൂ. എന്നാൽ അതില് 3 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു കാരണം 390 നമുക്ക് നഷ്ടമാണ്. അപ്പൊ ഈ 920 എന്ത് ചെയ്യണം? ആ 390 കുറയ്ക്കണ്ടേ? കാരണം ഡിസ്കൗണ്ടിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ നഷ്ടമല്ലേ? അപ്പൊ ആ കൊടുത്ത എമൗണ്ട് എന്ത് ചെയ്യണം? ഈ പ്രോഫിറ്റ് നിന്ന് കുറയ്ക്കണം. അത് കുറച്ചാൽ ബാക്കി 530 ഉണ്ടാവുക. അപ്പൊ ഷെയർ ഫോർഫിച്ചർ അക്കൗണ്ട് 920 മൈനസ് 390 530 ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 530. എന്നിട്ട് എഴുതുന്നു ഫോർഫീറ്റ് ഓഫ് റേഷ്യോ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നതായിട്ട് കാണിക്കുന്നു. ഇതാണ്. അപ്പൊ നമ്മൾ ചെയ്തു കഴിഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ എമൗണ്ട് കുറയ്ക്കേണ്ടത് എവിടെയാണെന്നുള്ളതും അതേപോലെ ഫോർഫീറ്റഡ് വരുമ്പോഴും റേഷ്യോ വരുമ്പോഴും എന്താണ് ജേണൽ എൻട്രി എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ